ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് കുറച്ച് സേമിയ വെള്ളത്തിലിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യമൊക്കെ കഴുകണം. എന്നിട്ട് വെള്ളം കളഞ്ഞ് ഒരു അരിപ്പക്കോരിയിൽ മാറ്റി വയ്ക്കണം. അതിനുശേഷം അത് ഒരു ഇടിയപ്പത്തട്ടിലോ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും പാത്രത്തിനകത്ത് വെച്ച് ആവി കയറ്റിയെടുക്കണം. അന്നേരം ഇപ്പോൾ അത് കുഴഞ്ഞതുപോലൊക്കെ തോന്നും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല, കുഴയുകയില്ല. അതവിടെ മാറ്റി വയ്ക്കണം. എന്നിട്ട് 4-5 പഴം തൊലി കളഞ്ഞിട്ട് വട്ടത്തിൽ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയത് വറുത്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണേ. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആ പാനിൽ തന്നെ മറ്റേ തേങ്ങാക്കൊത്ത് വറുത്തത് മാറ്റി വെച്ച ആ പാനിൽ തന്നെ പഴം വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അതിൻ്റെ വെള്ളം വറ്റാൻ വേണ്ടി ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അതും മാറ്റി വയ്ക്കണം. സേമിയ ചൂടാറിയിട്ട് ഒരു പാനിൽ നിരത്തി വയ്ക്കണം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ സേമിയ ഒട്ടിയിരിക്കുന്നതൊക്കെ ചെറുതായിട്ട് ഒട്ടിയിരിപ്പുണ്ട്, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ മുട്ട ഇട്ടിട്ട് ചെറുതായിട്ട് ചെറിയ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് സേമിയയിലോട്ട് കുറച്ച് പാലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ചെറിയ സ്പൂണും കൊണ്ട് കിള്ളി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കി വയ്ക്കണം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് തടകണം. എന്നിട്ട് ഈ സേമിയ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പഴവും കൂടെ നിരത്തി വയ്ക്കണം. അതിൻ്റെ മുകളിൽ തേങ്ങ വറുത്തതും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തേക്കിന് അത് ആവി കയറ്റിയെടുക്കണം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കണം. നമ്മൾ ചട്ടുകം കൊണ്ടൊക്കെ മറിക്കുവാണെങ്കിൽ ഒടിഞ്ഞു പോകും. അങ്ങനെ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മുടെ പാൻ തന്നെ പ്ലേറ്റിലേക്ക് മറിച്ചെടുക്കണം. കേക്ക് പോലെ മുറിച്ചെടുത്ത് കഴിക്കാം. നല്ല സ്വാദിഷ്ടമായ സേമിയ കേക്ക് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.